കൊണ്ട് അക്ക മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള പൂവൊക്കെ ഇതാ ഈ കാണുന്ന ബാഗിലേക്ക് അത് തന്നെ അവിടെ ഇതാ ഈ കാണുന്ന ഏരിയയിലൊക്കെ ജമന്തി ഉണ്ട് കേട്ടോ. ഇത്തെ കാണുന്ന ട്രൈയില്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇവർ ഈ ജമന്തിൻ്റെ തൈ കൊണ്ടുവന്നിട്ട് ഇവിടെ നടുന്നത്. അപ്പുറം റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ പശുവിനെ വളർത്തുന്നുണ്ട്. പുറന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ നല്ല പക്കാ നാട്ടും പുറം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ കൃഷ്ണഗിരി എത്താറായിട്ടുണ്ട്. എന്നാലും ഇവിടുന്ന് എനിക്ക് തോന്നുന്നൊരു എങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 24-25 കിലോമീറ്റർ ഉണ്ട്. മാപ്പിൽ 25 പറയുന്നത്, അപ്പോൾ കറക്റ്റ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ 25 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിന് അടുപ്പിച്ചിട്ടുണ്ട്. ഒരു 40 മിനിറ്റൊക്കെ ഉണ്ടാവും. മാപ്പിൽ 1/2 മണിക്കൂറാണ്. നമ്മൾ ഓടിയാടി എത്തുമ്പോഴേക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു സമയം എങ്ങനെയാലും എത്തും. ഓക്കെ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടമാണ് നമ്മളെ മറ്റേ ഇതുണ്ടല്ലോ കൃഷ്ണഗിരിയിൽ HF മറ്റേ ചിന്താമണി പശുക്കൾ, അങ്ങനെയൊക്കെ കൃഷ്ണഗിരി പശുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണാറുണ്ട്. പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫാമിൽ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. ഏതായാലും നോക്കാം. ഏതായാലും ഈ സ്ഥലം എന്ന് പറയുന്നത് ഒന്നൊന്നര സ്ഥലം, നല്ല ഗ്രാമപ്രദേശത്തോട് ഇങ്ങനെ പോകുന്നൊരു ഫീലാണ്. അപ്പുറം ഇപ്പുറം മരവും നല്ല അടിപൊളി റോഡ് എന്നാൽ തിരക്കേടൊന്നുമില്ല. ചെറിയൊരു പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു വണ്ടി ബേക്കിൽ നിന്ന് ഇങ്ങനെ ഒച്ചപ്പാടാക്കുന്നുണ്ട്, അവരങ്ങ് പോയിക്കോട്ട്. 2 സൈഡ് എന്നാ പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു മരോ പച്ചപ്പോ എന്നാ പറയണ്ടേ. പിന്നെ അപ്പുറം ഇപ്പുറമായിട്ട് എന്തെല്ലാം കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, 2 സൈഡൊക്കെ ആയിട്ട് കൃഷിയൊക്കെ ഉണ്ട്. അതെന്താന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അത് എനിക്കൊന്നും എന്തോ പൂവാന്ന് തോന്നുന്നു. ചെറിയ ചെറിയ പൂക്കളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഈ ജമന്തി പോലത്തെ എന്തോ പൂവാന്ന് തോന്നുന്നു. പിന്നെ ഇത് അപ്പുറത്തെ സൈഡ് അങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ കൃഷികളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ജമന്തി പാടാണ് കേട്ടോ. നമ്മൾ അടിപൊളി മഞ്ഞ ജമന്തി ഇല്ലേ, അപ്പോൾ അവിടെ ഒരു അക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പാടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പോയി വീഡിയോ എടുത്തോ. ഓക്കെ, നല്ല അടിപൊളി ആളാണ്, നല്ല സപ്പോർട്ടാണ്. ഇവിടെയൊക്കെ എന്താ പറയണ്ടേ, ഫുള്ള് ഇവർ ബിസിനസ് എന്ന് പറയുന്നത് ഫുള്ള് ചെന്നൈയിലേക്കാണ് ഐറ്റം പോകുന്നതെന്ന് പറഞ്ഞത്. കിലോന് എത്ര 120-150 വരെയൊക്കെ പോകുന്നതാണ് പറഞ്ഞത് കേട്ടോ. നല്ല അടിപൊളി പൂവൊക്കെ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ഏരിയയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവർ ഡെയിലി വന്നിട്ട് ഇങ്ങനെ വിളവെടുക്കും. വന്നിട്ട് എന്ന് വെച്ചാൽ ഫുള്ള് ചെന്നൈയിലേക്കാണ് കയറ്റി അയക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ലോക്കലായിട്ടുള്ള ഒരു പരിപാടിയില്ല, ഫുള്ള് ചെന്നൈ, നമ്മൾ സ്വന്തം ചെന്നൈ. പിന്നെ നല്ല അടിപൊളി മാവൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ സൺഫ്ലവർ കാണണമെന്ന് വിചാരിച്ചത്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ജമന്തിയാണ്. അതുകൊണ്ട് ഏതായാലും കുഴപ്പമില്ല. സൺഫ്ലവർ അല്ലെങ്കിൽ അതുപോലെ ജമന്തി, അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അക്ക പറഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുറേ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവർ ഈ പൂ വറക്കുന്ന ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ്. അപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കണ്ട, നിങ്ങൾ ഇറക്കുന്ന വീഡിയോ എടുത്ത്. അവർക്കൊരു മടി പോലെ ഉണ്ടായിരുന്നു. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനടക്കം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വീഡിയോ എടുക്കണ്ടെങ്കിൽ എനക്കടക്കം മടിയാന്ന്. അപ്പോൾ അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ കുറേ അവർ മാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അവർ പറഞ്ഞത് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോട്ടമൊക്കെ കാണാൻ പറ്റുന്നുള്ളത്. ഏതായാലും ഇവിടത്തേക്ക് നമ്മളിതാ ഈ ജമന്തിൻ്റെ അവരെ പരിപാടി കഴിഞ്ഞു. പിന്നെ അങ്ങോട്ടേക്കാണ് ഫുള്ള് ഇതുള്ളത്, മാവ്. കണ്ടവനെ മാവുണ്ട്, പക്ഷെ മാങ്ങിയൊന്നുമില്ല കേട്ടോ. കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് എന്താ പറയണ്ടേ മാവാണ്. നമ്മളെ നാട്ടിലെ പോലത്തെ വലിയ 1.5 ഹൈറ്റുള്ള മാവൊന്നുമല്ല, എല്ലാം ഹൈബ്രിഡ് ആയിരിക്കും. ഇതിപ്പോൾ സീസൺ അല്ലാന്ന് തോന്നുന്നു അല്ലേ. ഏതായാലും നല്ല അടിപൊളി തോട്ടാണ്. നല്ല മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് കള കയറിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഫുള്ള് മറ്റേ വെള്ളത്തിന് വെച്ചാൽ ഫുള്ള് മറ്റേ പൈപ്പെല്ലാം ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ എന്താ പറയണ്ടേ, അധ്വാനം കുറച്ച് കുറവായിരിക്കും. അപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഉണ്ട് കുറച്ച് പാടങ്ങൾ, അവിടെയും ജമന്തിയൊക്കെ ഉണ്ട്. അവരങ്ങോട്ടേക്കായിരിക്കും പോകാൻ ഉദ്ദേശിച്ചത്, പറഞ്ഞത്. അവിടെ ഒന്ന് പോയേക്കാം നമുക്ക്. അത് തന്നെ അവിടെ ഇതാ ഈ കാണുന്ന ഏരിയയിലൊക്കെ ജമന്തി ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇവർ തന്നെ ആയിരിക്കണം. അതാ അവർ പറഞ്ഞത് നിങ്ങൾ കുറച്ച് അകത്തേക്ക് പോടൂ, അവിടെ നല്ല കൂടുതൽ ജമന്തി പാടമുണ്ട് എന്ന്. ഇതെല്ലാം ഇപ്പോൾ ഇവർ തന്നെയായിരിക്കും. അതിൻ്റെ സെൻറ്ററിൽ നോക്കിയിട്ട് നല്ല അടിപൊളി അവിടെയും നമ്മളെ ഒരു മാവുണ്ട്. എല്ലാം നല്ലൊരു ലൈനായിട്ട് നല്ല അടിപൊളിയായിട്ട് നട്ടിട്ടുള്ളൂ. അതുകൊണ്ട് കാണാൻ തന്നെ ഒരു വൃത്തിയുണ്ട്. നോക്കറാ.
അപ്പോൾ ഇതിവിടെ കുറേ നമുക്ക് ട്രേ കാണാൻ പറ്റും. നമ്മളെ എന്ന് പറയുന്നത് വിത്തൊക്കെ നടുന്ന ട്രേ ഇല്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇവർ ഈ ജമന്തിൻ്റെ തൈ കൊണ്ട് വന്നിട്ട് ഇവിടെ നടുന്നത്. ഇതിപ്പോൾ ലാസ്റ്റ് നട്ടേൻ്റെ ട്രേ ആണെന്നാണ് അവർ നമ്മളെ അക്കനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഈ വീഡിയോ ഒക്കെ എടുത്ത് വരുന്ന സമയം കൊണ്ട് അക്ക മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള പൂവൊക്കെ ഇതാ ഈ കാണുന്ന ബാഗിലേക്ക് അറുത്തിടുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജമന്തി പാടത്തുനിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിതാ ഇനി കൃഷ്ണഗിരി ഡാമിലേക്കാണ് ഇപ്പോൾ വെച്ച് പിടിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഏരിയയിൽ എന്ന് വെച്ചാൽ കണ്ടമാനം പശുക്കളുണ്ട് കേട്ടോ. അപ്പുറം റോഡിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ പശുവിനെ വളർത്തുന്നുണ്ട്. ഇവരെ മെയിനായിട്ടുള്ളൊരു എന്താ പറയുക ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് പശുക്കളാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. എന്താ പറയണ്ടേ, നല്ല ഹൈടെക് കേജോ കാര്യങ്ങളോ മറ്റേ എന്താ പറയണ്ടേ ഹൈടെക് നമ്മളെ കൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞിട്ട് എങ്ങനെയാന്ന് വളർത്തുന്നത് ഇവിടെ വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊരു പശുഫാമൊക്കെ തുടങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്ലാസ് കൂടായിരിക്കും അല്ലേ. തൊഴുത്ത് എന്ന് പറഞ്ഞാൽ ഹൈ ക്ലാസ് ആയിരിക്കും, അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടുമ്പോൾ എല്ലാം നഷ്ടത്തിലേക്ക് ആവുകയും ചെയ്യും. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ സിമ്പിളായിട്ടുള്ളത്, അത്രയും സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇത്രത്തോളം ചിലവ് കുറച്ചിട്ടും അതായത് കൂടിനൊന്നും അധികം ആലത്തൊഴുത്തിനൊന്നും അധികം ഇൻവെസ്റ്റ് ചെയ്യാണ്ട് സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ കണ്ടുപഠിക്കണം. പണ്ട് നമ്മളെ കേരളത്തിൽ നാട്ടും പുറത്തൊക്കെ ഇതുപോലത്തെ കുറേ സ്ഥലങ്ങൾ എന്താ പറയണ്ടേ അധികം ബിൽഡിംഗ് ഒന്നും ഇല്ലാണ്ട് ഗ്രാമപ്രദേശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ മാറി തുടങ്ങി. ഇപ്പം നമുക്ക് ഇതുപോലത്തെ നല്ല ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണണമെങ്കിൽ ഇതുപോലെ തമിഴ്നാട് കൃഷ്ണഗിരി ഇതുപോലത്തെ ഉൾനാട്ടിലേക്ക് വരേണ്ടി വരും. എന്താണല്ലേ അവസ്ഥ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇവരെ ജീവിതശൈലി അത് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളത് എന്നാ പറയേണ്ട ഒരു കൂറ്റം ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ. നമ്മൾ ഇവിടുന്ന് കൃഷ്ണഗിരി ഏകദേശം 17 കിലോമീറ്റർ എന്നും ഉണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ നോക്കുമ്പോൾ 25 കിലോമീറ്ററിന് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജമന്തിപ്പാടത്ത് നമ്മൾ ഇറങ്ങിയല്ലോ. പിന്നെ അവിടുന്ന് കുറച്ച് ഒരു അരമണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തണം. ഇത് എവിടെയും കണ്ട റോഡ് സൈഡിൽ തന്നെ പശുക്കൾ. ഇതെല്ലാം നാടൻ പശുക്കളാണെന്ന് തോന്നുന്നല്ലേ. പിന്നെ പശുക്കളെ പറ്റി നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഓക്കെ നിങ്ങൾ എന്താ പറയണ്ടേ ഇത് കമൻ്റ് ഇടുമ്പോൾ ഒരു മഴയൊക്കെ കാണിക്കണേ. കാരണം നമുക്ക് ആകെ അറിയുന്ന HFും ജേഴ്സി അതൊക്കെയാണ്. അത് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ മാത്രമേ എന്താ പറയണ്ടേ അങ്ങനെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ ഈ ഡാമുണ്ടല്ലോ കൃഷ്ണഗിരി ഡാം അവിടെ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്ററിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റുള്ളത് ഭാരതി നഗർ എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനെ മാപ്പ് കാണിക്കുന്നത്. പിന്നെ തമിഴ് അങ്ങനെ വായിക്കാൻ അറിയാത്തതുകൊണ്ട് എന്താ പറയുക തമിഴ് നോക്കി വായിക്കാനൊന്നും പറ്റൂല. മാപ്പാണ് നമ്മൾ ആശ്രയം. അപ്പോൾ അവർ പറയുന്നത് ഭാരതി നഗർ അതെ ഭാരതി നഗറാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ പശുക്കളുണ്ട് കേട്ടോ. സൈഡൊക്കെ നല്ല ശരിയായ ഗ്രാമപ്രദേശമാണ്. എന്തൊക്കെയോ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അത് നല്ല അടിപൊളി മലയൊക്കെ കാണുന്നുണ്ട് അങ്ങ് ഉള്ളിലായിട്ട്. നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടെ എന്താ പറയണ്ടേ കുറച്ചും കൂടി ഉൾഗ്രാമത്തിലേക്ക് എത്തി. പക്ഷെ കുറച്ച് പച്ചപ്പ് കുറവ് കേട്ടോ. അതാണ് എനിക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ വന്ന റൂട്ടിലൊക്കെ അത്യാവശ്യം നല്ല പച്ചപ്പ് ഉണ്ട്. ഇവിടെ വന്ന ഒരു മഴ പെയ്യാത്തൊരു ഏരിയ പോലെ ആകെ അടുത്തുള്ള സ്ഥലമാണല്ലോ. അതായിരിക്കും അങ്ങനെ. KRP ഡാം ദൈവം ഇനിയും 8 കിലോമീറ്ററാ. നേരത്തെ മാപ്പിൽ നോക്കുമ്പോൾ ആകെ 6-7 കിലോമീറ്റർ ആണല്ലോ പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും 8 കിലോമീറ്റർ പറയുന്നുണ്ട്. എന്തായാലും ഈ റൂട്ട് തന്നെയാണ്. ഗൂഗിൾ മാപ്പ് ചതിച്ചിട്ടില്ല. എല്ലാം ഗ്രാമീണ ജീവിതം കേട്ടോ. എല്ലാം സാധാരണ ആൾക്കാർ നല്ല എന്താ പറയണ്ടേ ഡെമോ ഗൂഗിൾ എന്തോ പറയുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് പോകാനൊക്കെ പറയുന്നുണ്ട്. ശരിയായ ഗ്രാമീണ ജീവിതം. നല്ല അടിപൊളി എന്താ പറയണ്ടേ സ്ഥലം. നാട്ടും പുറന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ നല്ല പക്കാ നാട്ടും പുറം. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഡാമിൻ്റെ പരിസരത്തി. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും വ്യാഴാഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡാമിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് മീനൊക്കെ കഴിക്കാനുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ മീൻ നല്ല സൂപ്പറാണെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.